ഹേയ് സോ ആക്ച്വലി ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വണ്ടിക്കകത്തെ AC ഫിൽട്ടർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് ഉണ്ട് മാരുതിൻ്റെ, അപ്പോൾ അവിടെ പോയിട്ട് ഒരെണ്ണം വാങ്ങി റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല കറുത്ത് കരിക്കട്ട കണക്കെയാണ് ഇരിക്കണേ. കഴിഞ്ഞ സർവീസിൽ ഇത് റീപ്ലേസ് എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നലിപ്പം. ഇനിയിപ്പം കുറേ ട്രാവൽ വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് നമ്മളിപ്പം സാധനമുള്ള വാങ്ങി റീപ്ലേസ് ചെയ്യാൻ പോവാണ്. നമുക്കത് ഫീൽ ആവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് കുറച്ച് AC കുറച്ച് തണുപ്പൊക്കെ കുറഞ്ഞ പോലെയൊക്കെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ കാറ്റൊന്നും അപ്പുറത്തേക്ക് വരാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇല്ല. എയർ ഇപ്പുറത്തേക്ക് വരാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. പിന്നെ അങ്ങനെ സെറ്റാവും, ഫ്ലോ കറക്റ്റാവും. പിന്നെ അത് മൈലേജിനെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും മാറ്റിയേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ട്രിവാൻഡ്രം റോളർ കടയും കടക്കൂടത്തിനടുത്ത് ലെയർ IBയുടെ അടുത്തായിട്ട് മാരുതിൻ്റെ ഒരു ഓതറൈസ്ഡ് സ്പെയർ പാർട്സ് കടയുണ്ട്. 6 മണി വരെ എന്നാണ് പറഞ്ഞത്. കറക്റ്റ് 5:45, 5:47. അപ്പോൾ ഇവിടുന്ന് കറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും അടയ്ക്കുമോ എന്നറിയില്ല. എനിവേസ് നമുക്ക് പോയി നോക്കാം. ഇവിടെ ഈ ഒരു ടൈമിൽ ഇപ്പം ടെക്കീസെല്ലാം ഇറങ്ങുന്ന ടൈമാണ്. 5:30, 5:45 എന്നൊക്കെ പറയുന്നത്, 6 മണി എന്നൊക്കെ പറയുന്നത് ടെക്കീസെല്ലാം വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നൊരു ടൈമാണ്. കറക്റ്റ് ടൈമിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കേ, ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ ലൈനിലേക്ക് കയറണം. അപ്പോൾ ആൾക്കാർ ജസ്റ്റ് സ്കൂട്ടറൊക്കെ ഒന്ന് മാറുകയാണെങ്കിൽ നമുക്ക് ഷോട്ട് എടുക്കുക. നമുക്കിവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. അപ്പോൾ ഇപ്പം എന്തായാലും ഇവിടെ സിഗ്നലാവും. കുറേ ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റലുണ്ടാവില്ല, ക്രോസൊക്കെ കയറി പോകുന്നുണ്ട്. ഇതിവിടെ സ്ഥിരം ഈ സിഗ്നലിൽ സ്ഥിരം സംഭവിക്കണമാണ്. ഇനി റെഡായി. ഇനി ഒരു 60 സെക്കൻഡ് ഉണ്ട്. ലാസ്റ്റത്തെ 16 സെക്കൻഡിലാണ് ഇപ്പുറത്തേക്ക് റൈറ്റിലേക്ക് വരിക. ഇന്ന് കാറൊന്നും അങ്ങനെ നമ്മളെപ്പോലെ തന്നെ ഒരു ബ്ലാക്ക് ഇഗ്നിസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി അതൊന്നും ചെയ്തിട്ടില്ല, ഡീക്രോം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നല്ല രസമുണ്ട്. എന്തോ ഗ്രാഫീൻ കോട്ടിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള പോലെ. പുള്ളിക്കാരി ഇപ്പം മിറർ തട്ടിയാണ് കേട്ടോ, നിങ്ങൾ കാണുന്നില്ല. ഇപ്പം ഭയങ്കര കെയർലെസ് ആയിട്ട് പോകുന്നില്ല. സൈഡൊക്കെ നമ്മളൊക്കെ സാധാരണ മറ്റേ പോകുമ്പോൾ കയറ്റിക്കൊണ്ട് പോകും, പക്ഷേ സൈഡൊക്കെ നോക്കിയിട്ടായിരിക്കും പോവുക. ഇതൊന്നും ഉണ്ടായില്ല. നമുക്ക് സിഗ്നലാണ്. ഇപ്പം നമ്മൾ കയറ്റിക്കൊണ്ടില്ലെങ്കിൽ മിക്കവാറും ആരെങ്കിലും വന്ന് കയറും. ഇനി പോകാൻ പറ്റില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്, കണ്ടോ? അവസാനത്തെ 16 സെക്കൻഡ്, ആകെ 16 സെക്കൻഡേ ഉള്ളൂ. അത് ഏതെങ്കിലും ടീം നേരെ പോകാനുള്ളവരുണ്ടായിരിക്കും, അവർ ഇതിനകത്തേക്ക് കയറ്റി വെക്കും, ഈ ലൈനിലേക്ക് കയറ്റി വെക്കും. ഇപ്പം പുറത്ത് നോക്കുന്ന ഒരാൾക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ മറ്റേ ഓവർടേക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് കയറ്റി വെച്ചേക്കുന്ന പോലെ ഫീൽ ആവുള്ളൂ, അങ്ങനെ കാണുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് വല്ല ഫൈൻ വരുമോയെന്ന് ആർക്കറിയാം. ഇതാ പോകുന്നു. ഒരു അൺലൈൻ നല്ല പ്രായമുള്ളൊരു പുള്ളിയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. 5:51, ലാസ്റ്റ് 9 മിനിറ്റ്സ്. അവർ പറഞ്ഞ പോലെ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18, 17, 16. ഓക്കെ, ഇനി പോവാം. ഇനിയിപ്പോൾ നിയമപരമായിട്ട് എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും വന്നാലും പറയാനുള്ളതുണ്ടല്ലോ, അതാണ് മെയിനായിട്ട്. ഒന്നും പറയാൻ പറ്റാതാകുമ്പോഴാണ് പ്രശ്നം. സമയമില്ല. ഇനിയിട്ട് പുഷ്. ഇവിടെ നമ്മൾ സിംഗിൾ ലൈനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനിയിപ്പം പാഞ്ഞു പോയിട്ട് കാര്യമില്ല. എടുത്ത് വിടണം മിസ്റ്റർ. $52 8 മിനിറ്റ് കൂടെ ഉണ്ട്. അച്ഛാ വിളിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. വേറെ കോമഡി ഉണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അത് റീപ്ലേസ് ചെയ്യുന്ന ടൈമിൽ പറയാം. നമ്മൾ സർവീസ് റോഡിലേക്ക് ഇടാണ്ട് ഇവിടെ കുറച്ച് കോഷ്യസ് ആവണം. ബിക്കോസ് എവിടെ നിന്നൊക്കെ വണ്ടി വരും എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല ഇവിടെ. നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എടുത്ത് ചാടും. അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് ഇവിടെ കാണാറുണ്ട്. നിർത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പോകില്ല.
നല്ലപ്പോൾ കുത്തിക്കറ്റും. എന്തായാലും ഞാൻ മൊത്തം ഇരുന്ന് കുറ്റം പറയുന്നല്ലേ. ഷിറ്റ്, സോറി ഗൈസ്. പാട്ടില്ലാണ്ട് പോകുന്ന കുറേ കാലത്തെ ശേഷമുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. എല്ലാം കോപ്പി റൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പാട്ടില്ലാതെ പോകാമെന്ന് വിചാരിച്ച്. പക്ഷെ എന്തായാലും പാട്ടിടും. കോപ്പി റൈറ്റ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഫണ്ണ് വേണം. ഇവിടെയാണ് ശ്യാമോലി, പിന്നെ മറ്റേ സിംഗ് ബസ്സൊക്കെ ഇല്ലേ, അതൊക്കെ റെസ്റ്റ് ചെയ്യാൻ ഇടുന്നത് ഇവിടെയാണ്. പക്ഷേ വീഡിയോയിൽ കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. തിരിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം. ചോദിച്ചാൽ കൊള്ളാം ചേട്ടാ, ഒന്ന് അനക്കം തരും ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ലേ അറേബ്യൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. നോക്കാം, അടയ്ക്കാറായെന്ന് തോന്നുന്നു. ആകെ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ കൊണ്ടിടണം. ഇട്ട് വരുമ്പോഴേക്കും പോകുമെന്നൊക്കെയുള്ള സംശയമുണ്ട്. നിങ്ങൾക്ക് കാണാതിരിക്കും, ആകെ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഞാൻ അവിടെ വേണം കൊണ്ട് കയറ്റാനായിട്ട്. അല്ല, എന്തിനാ കഷ്ടപ്പെടുന്നു? ഇവിടെ ഇട്ട് പോയാൽ മതിയല്ലോ അല്ലേ. സോറി ഗൈസ്. അപ്പോൾ സാധനം പോയി വാങ്ങി വരാം. BMW ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. 199 രൂപ. പാർട്ട് നമ്പറും ഇതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഇനി പറഞ്ഞ ഫൺ പാർട്ട് എന്താണെന്ന് പറയാം. ഞാൻ സർവീസ് സെൻറ്ററിൽ ഇത് മാറ്റാൻ എത്രയാണെന്നുള്ള രീതിക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞ് പാർട്ടും ലേബറും എല്ലാം കൂടെ കൂടി സാർ ഒരു 500-550 രൂപ താഴെ വരത്തുള്ളൂ. എങ്ങനെയുണ്ട്? ലൈക്ക് അതാണ് അവരുടെ ജോലി, എനിക്കറിയാം. അതിനകത്തുനിന്ന് പക്ഷേ ഒരു പാർട്ടിന് 199 രൂപ. അതിനകത്ത് ഈ പറയുന്ന ടാക്സും എല്ലാം കൂടെ വാങ്ങിയിട്ടാണ് അത് വാങ്ങുന്നത്. ആ പാർട്ടിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത്. ഈ സാധനം മാറ്റാനായിട്ട് എത്ര സിമ്പിളാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് ഇത്രയും പ്രൈസൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇച്ചിരി പാടാണ്. ലൈക്ക് എനിക്കറിയില്ല കേട്ടോ, പലരുടെയും സർവീസ് സെൻ്ററുകളിൽ പല രീതിയിലായിരിക്കും. നിങ്ങളെയൊക്കെ അവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തു. നമ്മളിപ്പം സാധനം വാങ്ങി നമ്മളിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മാറാം. മാക്സിമം 5 മിനിറ്റ് അതേ എടുക്കത്തുള്ളൂ. മാക്സിമം 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഫറിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത്രയും സമയം എടുക്കത്തില്ല. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് പരിപാടി കഴിയും. ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണം നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരുന്ന രീതിക്ക്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മേ ബി കുറച്ചുകൂടി ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. പെട പുറകെ ഒരു XV500 നല്ല ബ്രൈറ്റൊക്കെ അടിച്ച് കാണിച്ച് വരുന്നുണ്ട്. XV500 ആണോ 300 ആണോ? 300 ആണ്. XV300 ആണ്. 2 അച്ചായിമാരാണ്. പഴയകാല കിടിലൻ റൈഡേഴ്സാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് വരുന്ന കാണാനായിട്ട്. പിന്നെ പക്ഷേ നമുക്കിങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു ലൈനല്ല ഇത്. അതുകൊണ്ട് ഐ എം റിയലി സോറി. യെസ്, ഇനി പോകോ, വീടെത്താനായിട്ടുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനാണ്. പുള്ളി ചിരിച്ച് കാണിച്ചിട്ടുണ്ട്. ഞാനൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ വേറെ വിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കളറുണ്ടല്ല, തൂവെള്ള കളർ. ഇതിനകത്തിരിക്കുന്ന സാധനം കാണണം. നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്, കറക്റ്റ് ഇത് കാണാൻ പറ്റും നോക്കട്ടെ. സുരക്ഷിത ജസ്റ്റ് ഈ പാർട്ടൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ നോർമൽ കളറെന്ന് പറയുന്നത്. ഇതിനകത്തുള്ളത് കാണിച്ചു തരാം. അത് ഗ്ലൗ ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഒരു ഇതുള്ളത്, ഒരു ക്ലിപ്പുള്ളത്. ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ വിടിയിക്കുക. അതായത് ഇങ്ങനെ തള്ളി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കയറിയിരിക്കുകയായിരിക്കും. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് വരും. ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. അതിങ്ങനെ ഇതേപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് വലിച്ച് കഴിയുമ്പോഴത്തേക്കും നേരത്തെ അവിടെ നിന്നും വിട്ടിട്ടുണ്ട്. ഇങ്ങനെ തട്ടി നിൽക്കുന്നത്, ഇവിടെ തട്ടി നിൽക്കും, ഇവിടെ തട്ടി നിൽക്കും. അയ്യോ, ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ എന്നെപ്പോലെ അഴിച്ചിടരുത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെയായിട്ട് ക്ലിപ്പ് കാണാൻ വരുന്നുണ്ടോ? മേളിൽ കണ്ടോ? താഴെ ഒരു വരുന്നത് മെലഡി ക്ലിപ്പുണ്ട്. ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുക, മൂടി എടുക്കുക. എന്നിട്ട് ഈ സാധനം താഴെ പിടിച്ചിട്ട്
ഇങ്ങനെ ഊരെടുത്താൽ മതി. ഗൈസ് നോക്കൂ, നേരത്തെ ഉണ്ടായിരുന്ന വെള്ള കളർ എവിടെ ഇരിക്കുന്നു, ഇത് എവിടെ ഇരിക്കുന്നു, ഡിഫറൻസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ യൂസ്ഡ്, ഇതിപ്പോൾ പുതിയത് വാങ്ങിയത്. ഡിഫറൻസ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും വിഷയമായിട്ടുണ്ട്. ഇതിനിടയ്ക്കെല്ലാം പൊടിയാണ്. പൊടി കയറിയിരുന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടൊന്നും റെഡി ആയിട്ടില്ല, പക്ഷെ ഇതെല്ലാം പൊടിയാണ്. എനിവേസ് ഇപ്പോൾ അതിൻ്റെ വേറെ സ്റ്റോറി, നമുക്ക് ഈ സാധനം മാറ്റി വെക്കാം. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എയർ ഫ്ലോ എങ്ങോട്ടാണെന്നുള്ളതും നമ്മൾ ഏത് സൈഡിലേക്കാണ് ഇത് വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. സോ കറക്റ്റ് എങ്ങനെയാണ് ഈ ലെറ്ററിങ് വന്നേക്കുന്നത് അതുപോലെ വെച്ചാൽ മതി. ഈ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ, ഇത് മേൾ സൈഡിലേക്ക് വരുന്ന രീതിയിൽ. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് എടുത്തത് അവിടേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അല്ലായിട്ടൊരു ഹോള് പോലെ കാണുന്നുണ്ട്, അതിനകത്തേക്ക് കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ട് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ ആ ഒരു ലോക്കിലേക്ക് കയറിയിട്ടുണ്ട്. ആ റൈറ്റ് സൈഡത്തെ ലോക്കിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അകത്തേക്ക് കയറി ലോക്ക് ആയിക്കോളും. ഏകദേശം അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇത് അടയ്ക്കാനായിട്ട് മുകളിലേക്ക് പിടിച്ച് വെക്കുക. കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. സെറ്റ്. അയ്യോ വേർത്ത് പോയി. ഏകദേശം അപ്പോൾ ഇനി ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് വണ്ടി ഓണാക്കി നോക്കാം. ഒറ്റയടിക്കുന്ന വ്യത്യാസം അറിയാൻ എന്തായാലും പറ്റില്ല, ബട്ട് എയർ ഫ്ലോയിലും ആ ഒരു എന്താ പറയുക തണുക്കുന്നതിലും ചെറിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വേർത്ത് പോയി. ഭയങ്കര ചൂടാണ് ഗൈസ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയ മഴ പെയ്യും. ഭയങ്കര ആവിയാണ് സീൻ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഗൈസ് അപ്പം എത്ര ഉള്ളൂ, ഒരു എയർ ഫിൽട്ടർ അല്ല, ഒരു AC ഫിൽട്ടർ അഥവാ ക്യാബിൻ ഫിൽട്ടർ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോയതാണ്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ്ലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.